നമ്മൾ ക്ഷമ പുറത്തേക്ക് ഒഴുകുന്ന ഒന്നാണ്. ആ ക്ഷമ എന്താ? അതിൻ്റെ ഗ്രീക്ക് വാക്ക് മക്രോത്തോമൈ എന്ന ഗ്രീക്ക് വാക്കാണ്. മക്രോത്തോമൈ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഗ്രീക്ക് വാക്കുകളൊക്കെ അതിൻ്റെ അടിസ്ഥാനപരമായ കുറെ കൂടി ആഴത്തിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. ക്ഷമയുടെ കേന്ദ്രമായി നമ്മൾ കാണുന്നത് ദൈവത്തെയാണ്. ഉറവിടം ദൈവമാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥമാക്കുക? ആരെങ്കിലും പറയാവോ? ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെല്ലാവരും ക്ഷമിക്കുന്ന ആൾക്കാരല്ലേ? വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുകയും ദ്രോഹം അല്ലല്ല, അവിടെ ഒഴിവാക്കുകയും എഴുതിയിരിക്കുന്ന ചെയ്യും. കാര്യത്തെ കുറിച്ചല്ല. അല്ല, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്നുള്ളതാണ്. മറ്റു ആ, നമ്മൾ മറ്റുള്ളവര് സാധാരണ പറയാറില്ലേ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റുള്ളവരുടെ തെറ്റുകളെ അവഗണിക്കുക. മറ്റുള്ളവരോട് തെറ്റുകൾ അവഗണിക്കുക എന്നുള്ളതാണോ? മറ്റുള്ളവരോട് പകവെച്ച് പെരുമാറാതിരിക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക. ഓക്കെ. പകവെച്ച് പെരുമാറാതിരിക്കുക എന്നുള്ളതാണോ? അവരുമായിട്ട് സ്നേഹത്തില് ആകുക, സമാധാനത്തിലാകുക. എനിക്ക് പ്രയാസമുണ്ടായ, ബുദ്ധിമുട്ടുണ്ടായ, എനിക്ക് വേദന ഉണ്ടാക്കിയ എല്ലാവരോടും സ്നേഹത്തിലാവുക, ക്ഷമിക്കുക എന്നുള്ളതാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ? എനിക്ക് വേദനയും പ്രയാസവും സങ്കടവും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ വ്യക്തികളോട്, സാഹചര്യങ്ങളോടൊക്കെ ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന ക്ഷമ എന്ന പേര്. ഇവിടെ മക്രോത്തോമേ എന്ന വാക്കിനെ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ അർത്ഥം വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുകയും ദ്രോഹം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഗുണത്തെയാണ്. അപ്പോൾ വികാരപരമായി ഒരാൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു തരുമ്പോൾ നമുക്ക് അവരോട് എന്ത് തോന്നും? സ്നേഹം തോന്നും, വാത്സല്യം തോന്നും, ബഹുമാനം തോന്നും, ആദരവ് തോന്നും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളോട് ഒരാൾ ചെയ്താൽ നമുക്ക് എന്ത് തോന്നും? നീരസം തോന്നും, ദേഷ്യം തോന്നും, അരിശം തോന്നും. ആ വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഒരാൾ എന്നോട് വികാരപരമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആകാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയോ ഇല്ലാത്ത രീതിയിലോ ആകാം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും ഞാൻ അതുപോലെ പ്രവർത്തിക്കാതിരിക്കുന്ന, അവനൊരു ദ്രോഹവും ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്കുള്ള വളർച്ചയാണ് വികാരപരമായി. അതിനെയാണ് മക്രോത്തോമൈ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് ഞാനങ്ങ് വിചാരിക്കുന്നു. പിടി കിട്ടിയോ? കിട്ടിയെന്നാണോ ഇല്ലെന്നാണോ? പിടികിട്ടി. ഓൺലൈനിലായതുകൊണ്ട് നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങളിത് എങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വികാരപരമായി പ്രയാസമുണ്ടാക്കുന്ന ധാരാളം സംഭവങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാരുടെ നോട്ടത്തിലൂടെ ആയിരിക്കാം, ചില ആൾക്കാരുടെ പെരുമാറ്റത്തിലൂടെ ആയിരിക്കാം, ചില ആൾക്കാരുടെ സംസാര രീതിയിലൂടെ ആവാം, ചില ആൾക്കാർ ചെയ്ത പല കാര്യങ്ങളിലൂടെ ആവാം. നമുക്ക് അവരോട് വികാരപരമായ ദേഷ്യവും അരിശവും കോപവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലൂടെ കടന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ, ദൈവം ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് ഈശോ ദൈവമാണ്, ആ ഈശോ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന നിലയിൽ ഈശോയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ഈശോയോട് ആൾക്കാർ എങ്ങനെയൊക്കെ പെരുമാറുമ്പോഴും അവർ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും വെച്ച് അതേപോലെ ചെയ്യാതിരിക്കുകയും അവർക്കൊരു ദ്രോഹവും ഉണ്ടാകാൻ ആഗ്രഹിക്കാതിരിക്കുകയും അവർക്ക് എല്ലാ നന്മയും ഉണ്ടാവണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഗുണത്തെക്കുറിച്ചാണ്. ഇവിടെ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നമുക്ക് ധാരാളം ആൾക്കാരോട് നമ്മൾ വികാരപരമായി ഇപ്പോഴും നമ്മൾ ഓർത്തിരിപ്പുണ്ട് അല്ലേ? നമ്മൾ ഓർത്തിരിപ്പുണ്ട് നമ്മളോട്. നമ്മൾ ഈ കരിസോ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോഴും ഷൂ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും വർത്തമാനം പറയുകയും പെരുമാറുകയും ചെയ്യുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരോടായിരിക്കും ഈ വികാരപരമായി പ്രവർത്തിച്ചിരിക്കാൻ സാധ്യത? ഞാൻ ചോദിക്കുന്നതിന് മറുപടിയും കൂടെ പറഞ്ഞ വേഗം നമുക്ക് പോകാം. നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളോട്. അല്ല, എന്നാൽ ഏറ്റവും കൂടുതൽ വികാരപരമായി നമുക്ക് ക്ഷമിക്കാനുള്ള, വികാരപരമായി നാം
സംഭവിക്കാനുള്ള സാധ്യതയുള്ള ആൾക്കാരാരാണ്, അല്ലെങ്കിൽ ഇടം ഏതാണ്, സ്ഥലം ഏതാണ്? ഏറ്റവും അടുത്ത് പെരുമാറുന്നവരോട് അല്ലെങ്കിൽ കൂടെയുള്ളവരോട്, അതാരാ? വീട്ടിലുള്ളവരോട്. വീട്ടിൽ ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവക്കക്കാരോട്, ബന്ധുസ്വന്തു മിത്രങ്ങളോട് ആണ് നമ്മൾ വികാരപരമായി എന്ത് ചെയ്തിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിച്ചിരിക്കുന്നത്. ചിലത് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ടാവും, വിചാരിച്ചിട്ടുണ്ടാവും, ദൈവമേ അവനെ ഒന്ന് ശരിയാകരുതേ, അവനൊക്കെ ദൈവം നീ ജീവിച്ചിരിപ്പുന്നുണ്ടെന്ന് അറിയാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പോയിട്ടുണ്ടാവും, ചിന്തിച്ച് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒന്നും ചിന്തിക്കുകയോ വിചാരിക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരു ഗുണത്തെ നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ പുറത്തേക്ക് ഒഴുക്കലാണ്. അതാണ് പറഞ്ഞത്, ഇത് പുറത്തേക്കാണ്, മറ്റുള്ളവരോടാണ്. എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അയൽക്കാരോട്, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോടൊക്കെ ഞാൻ പ്രകടിപ്പിക്കേണ്ട എൻ്റെ സ്വഭാവത്തിൻ്റെ വലിയൊരു ഗുണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വലിയ നോയമ്പിലേക്ക് നാം കടക്കുമ്പോൾ നമ്മൾ ആരോടൊക്കെ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ധാരാളം കാര്യങ്ങളുണ്ട്. വ്യക്തികളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ചുറ്റുപാടുകളും ഒക്കെയുണ്ട്. നമ്മൾ അറിയുന്നവരും അറിയാത്തവരും നമുക്ക് പരിചയമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ളവരും ലോകമെമ്പാടുമുള്ളവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ്. കൊളോസോസ് 3:12-13 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? കൊളോസോസ് 3:12-13 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഈശോ കുരിശിൽ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ഈശോയെ ചാട്ടവാറുകൊണ്ട് അടിച്ച വികാരപരമായി ഈശോയോട് പ്രവർത്തിച്ചവരോട് ഈശോ എന്താ ചെയ്തേ? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അതേപോലെ വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുന്ന അതിൻ്റെ അടയാളമാണ് അവിടുന്ന് എന്ത് ചെയ്യുന്നത്? പത്രോസിൻ്റെ ചെവി ഛേദിക്കുമ്പോൾ അത് സുഖപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒറ്റക്കണ്ണനായ ലുക്കിനോസ് ഈശോയെ കുത്തുമ്പോൾ ആ കണ്ണിന് കാഴ്ച കൊടുത്തുകൊണ്ട്, നല്ല കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ടൊക്കെ ഈ ക്ഷമ, മാക്രോത്വമ എന്ന ആ വ്യക്തിത്വം എന്താണെന്ന്, ആ എന്താ പറയുക, സ്വഭാവ സവിശേഷത എന്താണെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ് എന്ന്, യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് അവിടെ കാണിച്ചു തരുന്നതാണ് ആ ഈശോയുടെ ജീവിതം മുഴുവൻ. ആ കാൽബരി മുതൽ, പത്രോസിൻ്റെ പിലാത്തോസിൻ്റെ അവരമനം മുതൽ, ഈശോയെ പിടിക്കുന്ന സമയം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ ഈ വലിയ നോയമ്പിലൊന്ന് ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ, ആ കാലുകഴകൽ ശുശ്രൂഷ മുതൽ ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ എല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. പാവിനിയായ സ്ത്രീ തൻ്റെ അടുത്ത് വന്നപ്പോൾ എങ്ങനെയാണ് അവളോട് പെരുമാറിയത്, സക്കേവൂസിനോട് എങ്ങനെയാണ്, അതൊക്കെ നമ്മളെ ഈ ഒരു ചിത്രം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊളോസസ് 3:12-13 കിട്ടിയോ? അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ക്ഷമ എന്നിവ ധരിക്കുവിൻ. ധാരാളം കാര്യം പറയുന്നുണ്ട്. ക്ഷമ ധരിക്കണം. ഒരു കുപ്പായം, ഇപ്പൊ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പച്ച ടീഷർട്ട് ഇട്ടത് കാണുന്നുണ്ടല്ലേ? നീലയായിട്ടാണ് കാണുന്നത്. നീലയായിട്ടും എന്തോ ഒരു ഷർട്ട് ഇട്ടതുപോലെ, ബിനി ഇട്ടതുപോലെ തോന്നുന്നുണ്ടല്ലേ? അത് ഞാൻ ധരിച്ചിരിക്കുക. എന്നെ കാണുമ്പോൾ നിങ്ങൾ അതും കൂടെ കാണും. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ പുറത്തേക്ക് ഒഴുകുന്നത് ധരിച്ചിരിക്കുകയാണ്. പുറമേയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി രൂപാന്തരപ്പെടുത്താൻ, വളർത്താൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ഈ ക്ഷമ, മക്രത്വമായി വികാരപരമായി നാം പെട്ടെന്ന് പ്രവർത്തിച്ചു പോകുന്നത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്ന്, അവർക്ക് പ്രയാസമുണ്ടാകണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകുന്നതിൻ്റെ കാരണം ഒന്ന് അക്ഷമയാണ്. നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു അടിസ്ഥാനപരമായ ഒരു സ്വഭാവ വൈകല്യം നമ്മളിലെല്ലാം ഉണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു, നമ്മുടെ അബോധ മനസ്സിലും ബോധ മനസ്സിലും ഒക്കെയുള്ള പെട്ടെന്ന് എല്ലാത്തിനോടും പ്രകോപിക്കുന്ന, എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുന്ന, എല്ലാത്തിനോടും പ്രത്യുത്തരം നൽകുന്ന, എല്ലാറ്റിനോടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരക്ഷമ നമുക്കുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ പിള്ളേരോട് മര്യാദയ്ക്ക് ഇരുന്നതിൽ അടി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് പിള്ളേർ കുരുത്തക്കേട് കാണിച്ചപ്പോൾ എൻ്റെ കൺട്രോൾ ഇങ്ങനെ രണ്ടെണ്ണം പറയണം, അടിക്കണം എന്നൊക്കെ. ആ സാഹചര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ പോവുകയാണ്. അടുത്ത് കോപം നമുക്കെല്ലാവർക്കും ഉള്ള കാര്യമാണ്. ശാഠ്യം, നിർബന്ധ ബുദ്ധി, ശാഠ്യത്തെ നിർബന്ധ ബുദ്ധി എന്ന് പറയാം. നമുക്ക് നിർബന്ധ ബുദ്ധി, ഞാൻ ഇങ്ങനെ ചെയ്യൂ, ഞാൻ ഇങ്ങനെ പെരുമാറൂ, ഇതുപോലെ പോകത്തുള്ളൂ എന്നൊക്കെയുള്ള ശാഠ്യം നമ്മളിലുണ്ട്. ധാർഷ്ട്യം, ഈർഷ്യം, ഈ പറയുന്ന ധാരാളം കാര്യങ്ങളിൽ നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഈ മക്രത്വമായി ക്ഷമ എന്ന് പറയുന്ന
ആ സ്വഭാവ സവിശേഷതയിലേക്ക് നമുക്ക് വളരാൻ കഴിയാത്തത്. നമുക്ക് ഈ ആഴ്ചയിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ, മറ്റുള്ളവർ നമ്മളെ കാണുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഈ തരത്തിൽ ദൈവവചനം വായിക്കുന്ന, കുറെ കൂടി വിശുദ്ധരായി ജീവിക്കണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളെ ചുറ്റുപാടും ജീവിക്കുന്ന സർവ്വരും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ നിന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്തത് 5-ാമത്തെ കാര്യമാണ്. അടുത്തത് ദയ. ഹെസ്തോത്തെസ് എന്ന ഗ്രീക്ക് പദത്തിന് ദയ എന്നാണ് അർത്ഥം. അപ്പം ഹെസ്തോത്തെസ് എന്ന ഗ്രീക്ക് പദമാണ്. ദയ എന്ന് പറയുന്നത് ദൈവസഹജമായ ഒരു ഗുണത്തെയാണ്, നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ട ഒരു കാര്യമാണ് ഈ ദയ എന്ന് പറയുന്നത്. അതിനെ കരുണ അല്ലെങ്കിൽ സഹാനുഭൂതി എന്നൊക്കെ അതിനൊരു മറ്റർത്ഥത്തിൽ പറയാം. നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിൽ എല്ലാ മനുഷ്യരോടും കരുണയോടെ പെരുമാറാൻ, കരുണയോടെ വർദ്ധിക്കാൻ, സഹാനുഭൂതിയോടെ കാണാൻ കഴിയുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം നമ്മളിൽ വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ഒക്കെ രോഗബാധിതമാകുമ്പോൾ, അല്ലെങ്കിൽ തലവേദന ഉണ്ടാകുമ്പോൾ, അവർ ക്ഷീണിതരാകുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അവരോട് കരുണ കാണിക്കാൻ, സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാരുണ്യത്തിൻ്റെ മുഖം നമുക്കുണ്ടാവണം. ഈ നോയമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഈശോയുടെ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈശോയുടെ എല്ലാ അത്ഭുത പ്രവൃത്തികളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്. വിശന്നിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അവരോടുണ്ടാവുന്ന ദയയാണ് അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വർഷത്തോളം രക്തസ്രാവം എന്ന അസുഖം ബാധിച്ച് നടന്ന സ്ത്രീയെ കാണുമ്പോൾ ആ വ്യക്തിയോടുണ്ടായിരുന്ന ദയയാണ് അവൾക്ക് സൗഖ്യം നൽകാനായിട്ട് ഇടയാവുന്നത്. നീണ്ട വർഷക്കാലം ബെസൈദ കുളക്കരയിൽ 38 വർഷത്തോളം ബെസൈദ കുളക്കരയിൽ കിടന്നവനെ സുഖമാക്കാനായിട്ട് ക്രിസ്തുവിനെ പ്രേരിപ്പിച്ച് ഈ സഹാനുഭൂതിയാണ്, കാരുണ്യമാണ്. കുഷ്ഠരോഗിയോടെ ആവട്ടെ, ആരോടും ആവട്ടെ, അല്ലെങ്കിൽ പിശാചു ബാധിതനെ ആവട്ടെ, അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാവുമ്പോൾ, രൂപപ്പെട്ടു വരുമ്പോൾ, ഒന്നാമത്തെ ഫലമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ മറ്റു മനുഷ്യരോടുള്ള സഹാനുഭൂതി, കരുണ, ദൈവസഹജമായ ഈ പ്രകൃതം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരണം. നമ്മൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, ഭയങ്കര നല്ല കാര്യമൊക്കെ പറയുന്നു, പക്ഷെ ഒരു ദയയില്ല, ഒരു ദാക്ഷിണ്യവും ഇല്ല, ഒരു സഹാനുഭൂതിയില്ല, ഈ ചത്തുപോയാലും തിരിഞ്ഞു നോക്കത്തില്ല എന്നൊക്കെ ഉള്ളത് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ ആ സമരിയക്കാരൻ പോയി ആ യഹൂദനെ സത്യത്തിലാക്കുന്നത് സഹാനുഭൂതിയുടെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ ഒരു മുഖത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഈ ദയ. ഈ ഒരു സ്വഭാവ വൈശിഷ്ട്യം നമ്മളിൽ, ക്ഷമ, ദയ എന്ന് പറയുന്ന ഈ 2 സ്വഭാവ വൈശിഷ്ട്യം നമ്മളിൽ ആഴത്തിൽ വേരുവാങ്ങി വളർത്തണമെന്നുള്ളതാണ്. യെശയ്യാ 54:8 ആരെങ്കിലും ഒന്ന് എടുത്തോളൂ. യെശയ്യാ 54:8. അപ്പോൾ ഈ ഒരു ദയ നമ്മളിൽ രൂപപ്പെട്ട് ഈ ഒരു സ്വഭാവ വൈശിഷ്ട്യം നമ്മളിൽ വളർന്നു വരാത്തതിൻ്റെ കാര്യം എന്താണ്? ക്രൂരത, നമ്മുടെ ക്രൂരമായ നോട്ടം, നമ്മുടെ മനസാക്ഷിക്ക് ഇല്ലാത്ത വിധത്തിൽ ക്രൂരമായ പ്രവൃത്തികൾ ഇന്ന് നമ്മൾ ലോകം മുഴുവൻ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ കാണുമ്പോൾ, സഹപാഠികൾ തന്നെ കൊല്ലുന്ന, അല്ലെങ്കിൽ വീട്ടിലെ അപ്പനെ അമ്മയും അനുജനെയും ഒക്കെ കൊലപ്പെടുത്തുന്ന ക്രൂരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാവമായ ദയ കാണിക്കാനായിട്ട് കഴിയില്ല, ദയ ഉണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, നമ്മൾ ജോലി ചെയ്യുന്നിടങ്ങളിലെ ആൾക്കാരോട്, അയൽവക്കത്തുള്ളവരോട്, ചുറ്റുപാടുമുള്ള മനുഷ്യരോട്, നമ്മൾ വണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഒരാളെ കയറ്റിക്കൊണ്ടു പോകാനായിട്ടുള്ള ദയ, കാരുണ്യം, സഹാനുഭൂതി ചിലപ്പോൾ നമുക്കുണ്ടാവില്ല. അവൻ വേണ്ട നടന്നു പൊക്കോട്ടെ, ഞാൻ എൻ്റെ വണ്ടി കണ്ടല്ലേ പോകണമെന്ന് തോന്നും. കാരണം ആ ക്രൂരതയുണ്ട്, പൗരുഷ്യം, അത് കാർക്കശ്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിൽ ആഴത്തിൽ വളരുമ്പോൾ, അല്ലെങ്കിൽ ആ മേഖലകളാണ് വളരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ മറിച്ചുള്ള ഈ ദയ, കാരുണ്യം, സഹാനുഭൂതി നമ്മളിൽ ആഴത്തിൽ വളരില്ല എന്നുള്ളതാണ്. യെശയ്യാ 54:8 വായിച്ചോ. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വച്ചു, എന്നാൽ അനന്തമായ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അകന്നുപോയി. ക്രോധവും വരുമ്പോൾ, പൗരുഷം വരുമ്പോൾ, കാർക്കശ്യം വരുമ്പോൾ ദയ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സംസാര രീതിയിൽ ദയ ഉണ്ടാവില്ല, നമ്മുടെ പെരുമാറ്റത്തിൽ ദയ ഉണ്ടാവില്ല, നമ്മുടെ പ്രവൃത്തിയിൽ ദയ ഉണ്ടാവില്ല. അത് മറ്റു മനുഷ്യർ കാണുന്നതാണ്. മറ്റു മനുഷ്യരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത്, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മിഷണറി ശിഷ്യനാണ് എന്ന്, ഒരു പ്രേക്ഷിത ശിഷ്യനാണ് എന്ന്,
ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന, ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ശിഷ്യനാണ് എന്ന് ചുറ്റുപാടുമുള്ള മനുഷ്യരെങ്ങനെയാ പറയണേ? നമ്മുടെ ക്ഷമയും ദയയും ഒക്കെ കണ്ടിട്ടാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇത് വളർത്താനായിട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ പച്ചയായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ക്രൂരതയും പൗരുഷവും കാർക്കശ്യവും നിർബന്ധ ബുദ്ധിയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് നമ്മളെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്തതാണ്, ആറാമത്തെ കാര്യമാണ് നന്മ. നന്മയ്ക്കുള്ള വാക്ക് അക്ദോസ്യൂനെ എന്ന ഗ്രീക്ക് പദമാണ്. പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും സകല നന്മയുടെയും ഉറവിടം ദൈവമാണ്. ആദർശശുദ്ധിയുള്ള ഒരു ജീവിതം എന്നാണ് നന്മ എന്നതിനെ നമുക്ക് കുറെ കൂടി നിർവചിക്കാനായിട്ട് പറ്റുക. അപ്പം നന്മ എന്ന് പറയുന്നത് നമുക്ക് ദയ കാണിക്കുക മാത്രം, എല്ലാവരും ആദർശശുദ്ധിയോടെ എല്ലാവരിലും നന്മ കാണുന്ന, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന, ആദർശശുദ്ധിയോടെയുള്ള ഒരു ജീവിതത്തിന്റെ ഉറവിടമായി നമ്മൾ മാറുമ്പോഴാണ് നന്മ നമുക്കുണ്ടാവുക. എല്ലാ മനുഷ്യരിലും. അത് ഈശോയുടെ ജീവിതത്തെ എടുത്തു വെച്ചാണ് സമരിയാക്കാരി സ്ത്രീ, മഗ്ദലന മറിയം ഒന്നൊക്കെ ഈശോ നന്മ കണ്ടു എന്നാണ് കേട്ടോ. തെറ്റാണ് അവിടെ കിടക്കുന്നത്. ഇപ്പൊ ഈശോ എല്ലാ മനുഷ്യരിലും നന്മ കാണുകയാണ്. ഈശോയുടെ ജീവിതം എല്ലാവരിലും, ആ സമരിയാക്കാരിയായ സ്ത്രീയില്, അല്ല മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോട്, അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ഏറ്റവും മ്ലേച്ഛകരമായി ജീവിക്കുന്ന മനുഷ്യരോട്, മഗ്ദലന മറിയം, പാപിനിയായ സ്ത്രീ, സക്കേവൂസ്, അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ എടുത്തു നോക്കുമ്പോൾ ക്രിസ്തു കാണിച്ച നന്മ എന്ന് പറയുന്നത് എല്ലാവരിലും നന്മ കണ്ടു എന്ന്. പത്രോസില്, തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസില് എല്ലാം നന്മ കാണുന്ന ഒരു വ്യക്തിത്വം. എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റുമെന്നുള്ളത് മാത്രമല്ല, എല്ലാ മനുഷ്യരിലും നന്മ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ ബലമാണ്. ഇത് നമ്മൾ പുറത്തേക്ക് ഒഴുകലാണ്. നമുക്കറിയാം, ചില ആൾക്കാരെ കുറിച്ച് പറയാം, അവൻ എന്ത് കണ്ടാലും കുറവ് മാത്രമേ കണ്ടുപിടിക്കുകയുള്ളൂ. അവൻ പെട്ടെന്ന് കുറവ് കണ്ടുപിടിക്കാനാണ് അവൻ മിടുക്കനാണ്. പക്ഷെ നമ്മളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ വീട്ടിലാണെങ്കിലും പലപ്പോഴും നമ്മൾ പല കാര്യം പറയുമ്പം നന്മ പറയാനായിട്ട് നമ്മൾ മടിയുള്ളവരാണ്. ഞാനും നിങ്ങളുമൊക്കെ നന്മ പറയില്ല. എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ചോദിക്കും, നല്ലതാണോ? ഞാൻ ഒന്നും മിണ്ടിയല്ല. നല്ലതാണെന്ന് പറയാനുള്ള ഒരു നന്മ നമ്മുടെ ഉള്ളിൽ ഇല്ലെന്നുള്ളതാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. നല്ലതാണെന്ന് പോലും പറയാനുള്ള, അല്ലെങ്കിൽ നമ്മളെ കാണിച്ച ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ നല്ല ചിരിയാണെന്ന് പറയാനുള്ള ആ ഒരു ആദർശ ശുദ്ധിയോടെയുള്ള, സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ആദർശ ശുദ്ധിയോടെ ജീവിക്കുന്ന, സകല നന്മയുടെയും ഉറവിടമായ ദൈവമാണ് എൻ്റെ പിതാവെങ്കിൽ ഞാനും ആ എല്ലാ നന്മയും ഉണ്ടാവണം, എല്ലാവരിലും നന്മ കാണണം എന്നുള്ളതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന എന്താണ്? യാക്കോബ് 4:17 ആരെങ്കിലും ഒന്ന് എടുത്തോ. കുറ്റം പറയുന്ന, മറ്റുള്ളവരെ കുറിച്ചൊക്കെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കുറ്റം കണ്ടെത്തുന്ന സ്വഭാവം ഉണ്ട്. ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് തന്നെ വലിയൊരു നുണയായി പോകും. അപ്പോൾ ആ കുറ്റം പറയുന്ന സ്വഭാവം വളരെ വർദ്ധമാനമാണെങ്കിൽ, എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുന്ന, ഓരോ കാര്യത്തിലും, ഏറ്റവും നിസ്സാരമായ ഓരോ കാര്യത്തിലും കുറ്റം കണ്ടെത്തുന്ന ഒരു സ്വഭാവ സവിശേഷത നമുക്കുണ്ടെങ്കിൽ നന്മയുടെ സ്വഭാവ സവിശേഷത വളർത്തിയെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്ന, പറയുക മാത്രമല്ല കുറ്റപ്പെടുത്തുന്ന, എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുന്ന, അവരാരും ശരിയല്ല, ഞാൻ മാത്രമേ ശരിയുള്ളൂ എന്നുള്ള തലത്തിലേക്കുള്ള ചിന്തയും നോട്ടവും പെരുമാറ്റവും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ ഈ നന്മ കണ്ടെത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് യാക്കോബ് 4:17 നമ്മെ ഓർമ്മപ്പെടുന്നത്. എന്താണ് യാക്കോബ് 4:17? ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ എന്താണ് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ എല്ലാവരിലും നന്മ കാണും. ഈ ഒരാഴ്ച കാലഘട്ടത്തിലെ ഈ 3 പുറത്തേക്ക് ഒഴുകുന്ന 3 ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ക്ഷമ, ദയ, നന്മ. ഇത് പുറത്തേക്ക് ഒഴുകുന്നതാണ്. മനുഷ്യരോട്, എൻ്റെ പ്രകൃതിയോട്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തോട്, ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിലേക്കും ഒഴുകുന്ന ഒരു നദി പോലെ എന്നിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒഴുകേണ്ട, പുറപ്പെടേണ്ട 3 കാര്യങ്ങളാണ്. അതിനെ ഒന്ന് ആത്മവിമർശനത്തോടെ ഒന്ന് പരിശോധിക്കാനും, ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്നിൽ എത്രമാത്രം ഉണ്ട് എന്ന് കണ്ടെത്താൻ, അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബലപ്രയോഗം കൊണ്ടോ, നമ്മുടെ കഠിനാധ്വാനം കൊണ്ടോ, നമ്മുടെ പരിശ്രമം കൊണ്ടോ ഇത് നമ്മൾ രൂപപ്പെടുത്തി വളർത്തിയെടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഒരു ശ്രമവും അധ്വാനവും വളരെ പ്രധാനപ്പെട്ടതാണ്.
പരിശുദ്ധാത്മാവാണ് അത് നൽകുന്നത്. ക്ഷമിക്കാനായിട്ട് നമുക്കുള്ള കൃപ നൽകുന്നത്. വികാരപരമായി ഒരാൾ എന്നോട് പെരുമാറുമ്പോൾ, എന്നോട് സംസാരിക്കുമ്പോൾ, എന്നോട് ഇടപെടുമ്പോൾ അതേപോലെ റിയാക്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള കൃപ നൽകുന്നത് ആത്മാവാണ്. മറ്റുള്ള എല്ലാവരോടും വളരെ പ്രയാസപ്പെട്ട കാര്യത്തിലൂടെ പോകുമ്പോഴും ദയ കാണിക്കാനായിട്ട്, സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. എല്ലായിടത്തും ഏറ്റവും മ്ലേച്ഛകരമായ മേഖലയിലൂടെ ആൾക്കാർ കടന്നു പോകുന്ന കാണുമ്പോഴും, അല്ലെങ്കിൽ ഏറ്റവും ആദർശശുദ്ധി ഇല്ലാതെ ജീവിതത്തെ കാണുമ്പോഴും അവരിലും നന്മ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഫലം ആണ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ആത്മാവിൻ്റെ ഈ ഒരു നിറവ് നമുക്കുണ്ടാവാൻ ഈ 3 ഫലങ്ങൾ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ടും മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഇത് നമ്മളിൽ നിന്ന് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരാണ് പറയുക, ദൈവവചനം അവൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. കുറെ കൂടി പറയുന്നത് നമ്മളൊരു പ്രേക്ഷിത ശിഷ്യനാണ് എന്ന് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ചുറ്റുവട്ടത്തുള്ള അയൽക്കാരും ഞാനുമായി ഇടപെടുന്ന വ്യക്തികളുമൊക്കെ സ്വാഭാവികമായിട്ടും എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഈ ക്ഷമയുടെയും ഈ ദയയുടെയും നന്മയുടെയും ഫലത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ അവരിലേക്ക് അത് ഒഴുകുമെന്നുള്ളതാണ്. ആ ഒരു വലിയ ഇതിനായിട്ട് ദാഹിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. വലിയൊരു ദാഹത്തോടെ ദൈവമേ, ഈ 3 ഫലങ്ങൾ ഞങ്ങളിൽ നിന്ന് ധാരാളമായി പുറത്തേക്ക് ഒഴുകുന്നതിൽ കുറവുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ക്ഷമിക്കുന്നതില്, ദയ കാണിക്കുന്നതില്, നന്മ പ്രവർത്തിക്കുന്നതിലൊക്കെ ഇത് പുറത്തേക്ക് ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരോടും, പ്രപഞ്ചത്തോടും, ജീവജാലങ്ങളോടും, ചരാചരങ്ങളോടും ഒക്കെ കാണിക്കേണ്ടതാണ്. പക്ഷെ അത് പലപ്പോഴും ഇത് ഉണ്ടാവുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ അത് ആഴത്തിൽ വേരുപാകാൻ എനിക്ക് പറ്റിയില്ല. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം ഞങ്ങളിൽ നിന്ന് ഒഴുകാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്കാവില്ല എന്ന് ഞങ്ങൾ അവിടുത്തോട് ഏറ്റു പറയുന്നു. പരിശുദ്ധാത്മാവ് അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് തന്നെ ഞങ്ങളെ കരം പിടിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള താല്പര്യം ഞങ്ങൾക്ക് നൽകണം. അധ്വാനിക്കാനുള്ള വലിയ പ്രേരണ ഞങ്ങൾക്ക് നൽകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറത്തേക്ക് ഒഴുകുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഏതൊക്കെയാണ്? ക്ഷമ, ദയ, നന്മ. ക്ഷമിക്കുക എന്നതിന്റെ ഗ്രീക്ക് വാക്ക് എന്തായിരുന്നു? മാക്രോതൊമേ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉറവിടം ദൈവമാണ്. വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുകയും അന്യന് ദ്രോഹം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ഇത്. ബാക്കി 2 കിട്ടിയില്ലെങ്കിൽ അതൊന്ന് പിടിച്ചു വെക്കണേ. വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുകയും അന്യന് ദ്രോഹം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഗുണത്തെയാണ് മുഴുവൻ ആകെ അളന്നു തൂക്കി പറയുന്നത് മാക്രോത്തോമൈ, ക്ഷമിക്കുക എന്ന് പറയുന്നത്. അല്ല, എല്ലാം ചെയ്തു കഴിഞ്ഞേച്ച് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നതിനെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത 3 ഫലങ്ങൾ ദൈവത്തിന്റെ പക്കലേക്കുള്ള, എൻ്റെയും ദൈവത്തിൻ്റെയും പക്കലേക്കുള്ള ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. 7ാമത്തെ കാര്യമാണ് വിശ്വസ്തത. പിസ്ത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിസ്തയല്ല, പിസ്തീസ് എന്ന ഗ്രീക്ക് പദമാണ്. ആത്മാർത്ഥതയോടെയുള്ള കർത്തവ്യ നിർവഹണം, അർപ്പണ മനോഭാവം എന്നാണ് അതിനെ സൂചിപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. നമുക്ക് എത്രമാത്രം ഈ ഒരു വിശ്വസ്തത നമ്മുടെ ജീവിതത്തോട് മാത്രമല്ല, ദൈവത്തോട് നമുക്ക് എത്രമാത്രം വിശ്വസ്തതയുണ്ട്. ദൈവം എൻ്റെ പിതാവാണ് എങ്കിൽ എൻ്റെ അപ്പനാണ് ആണല്ലോ, അല്ലെ? നമ്മുടെ എല്ലാ അപ്പനാരാണ്? പിതാവായ ദൈവം. ആ പിതാവിനോട് നമുക്ക് എത്രമാത്രം വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ആത്മാർത്ഥതയോടുള്ള കർത്തവ്യ നിർവഹണം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ, പിതാവായ ദൈവത്തിന്റെ മകൻ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യത്തോടുമുള്ള വിശ്വസ്തത എപ്രകാരമാണ്, ആത്മാർത്ഥത എപ്രകാരമാണ്. ഒരപ്പൻ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഞാനൊരു ജോലിക്കാരൻ എന്ന നിലയിൽ, ഞാനൊരു ദാസൻ എന്ന നിലയിൽ, എല്ലാ മേഖലയിലും എൻ്റെ ഒരു കർത്തവ്യ നിർവഹണം വിശ്വസ്തയോടെയാണോ ഞാൻ നിർവഹിക്കുന്നത്? ഈ സാധാരണ കർത്തവന്മാർ പറയില്ല, ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ചെയ്യരുതെന്നൊക്കെ പറയുന്ന പോലെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ പോലും, ഈ കരിസോ മിഷണറി ട്രെയിനിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പോലും നമ്മൾ വിശ്വസ്തയോടെയാണോ?
അങ്ങേയറ്റം ഒരു വിശ്വസ്തത നമുക്കുണ്ടോ? ഇത് ഞാൻ ആഗ്രഹിച്ചതാണ്, ഇതിനോട് പൂർണ്ണമായ വിശ്വസ്തയോടെ ഞാൻ ചെയ്യാൻ നിർവഹിക്കുന്നു. ഞാൻ എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനോടുള്ള വിശ്വസ്തയോടെയാണോ നിർവഹിക്കുന്നത്? അതിനോടുള്ള അർപ്പണ മനോഭാവം എത്രമാത്രമുണ്ട്? ആത്മാർത്ഥത. ആ കാര്യത്തോടുള്ള ഒരു അർപ്പണ മനോഭാവം എത്രമാത്രമാണ്? ഞാൻ ചെയ്ത ഓരോ കാര്യത്തോടും, ഞാൻ ഒരാളെ ഫോൺ വിളിക്കുമ്പോഴാവട്ടെ, ഒരാൾ ഒരു കാര്യം പറയുമ്പോഴാവട്ടെ, ഒരാൾ ഒരു കാര്യം എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുന്നതാവട്ടെ, എന്തും അതിനോടുള്ള വിശ്വസ്തത ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. ഇപ്പൊ ദൈവത്തിനോട് നമ്മൾ എത്രമാത്രം വിശ്വസ്തതയുള്ളതാണ് എന്നുള്ളതാണ്. സങ്കീർത്തനം 89:2 ആരെങ്കിലും ഒന്ന് എടുത്തു വെക്കുക. ഇവിടെ മനുഷ്യൻ നമ്മളെ ഉടമ്പടി ലംഘിച്ചാലും ദൈവം ഒരിക്കലും ഉടമ്പടി ലംഘിക്കുകയില്ല എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തില് വിശ്വസ്തനായ ഭൃത്യനെ കുറിച്ചുള്ള വലിയൊരു കഥ അവിടുന്ന് പറയുന്നുണ്ട്. വിശ്വസ്തനായ ഭൃത്യൻ, വിശ്വസ്തനായ കാര്യസ്ഥൻ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസ്തനായ ഒരു കാര്യസ്ഥനാണോ, ഒരു ഭൃത്യനാണോ? ലൂക്ക 19:17 ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നവൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ആ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിശ്വസ്തതയോടെ നമ്മുടെ വീട്ടിൽ ഇത് ചോദിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെ നമുക്ക് വിശ്വസ്തതയുണ്ടോ? നമ്മുടെ വീട്ടിലെ സാധനങ്ങളും സാമഗ്രികളും പേഴ്സും സർവ്വ സാധനവും പൂട്ടി ഭദ്രമായിട്ടല്ലേ വെക്കണേ? നമുക്ക് എല്ലാവരോടും ഒരു വിശ്വസ്തത നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ വിശ്വസ്തത ഇല്ലാതെ വരുന്നതിന്റെ കാരണം എന്താണ്? കള്ള മനസാക്ഷി. കള്ളത്തരമുള്ള വ്യക്തിക്ക് വിശ്വസ്തനാകാൻ കഴിയില്ല. നോട്ടത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒക്കെ കള്ളത്തരമുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരുപക്ഷെ ഈ നമ്മുടെ പൂർവ്വപിതാവായ അല്ലേ സാത്താനെ കുറിച്ച് പറയുന്നത്, അവൻ പണ്ടേ കള്ളനും കള്ളന്റെ പിതാവുമാണ്, നുണയനും നുണയന്റെ പിതാവുമാണെന്നൊക്കെ പറയുന്ന പോലെ ഒരു കള്ളത്തരം നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ വലുതൊന്നും ഉണ്ടാവില്ല. പക്ഷെ വളരെ നിസ്സാരമായ കാര്യങ്ങളിലൊക്കെ ഈ ഒരു മനസാക്ഷി രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മളോടൊരു ചോദ്യമാണ്. ആത്മാർത്ഥതയില്ലായ്മ നമ്മൾ ചെയ്യുന്ന, മോഷ്ടിക്കുകയാണെങ്കിൽ തോന്നിവാസം കാണിക്കുക ആത്മാർത്ഥത ഉണ്ടാകണമെന്നൊക്കെ പറയാറുണ്ട്. ആത്മാർത്ഥതയില്ലാത്ത, നമ്മളെ പ്രാർത്ഥിക്കുന്ന കാര്യത്തോടാവട്ടെ, നമ്മളെ ഞാൻ പറഞ്ഞില്ല കോഴ്സിൽ പങ്കെടുക്കുന്ന കാര്യത്തോടാവട്ടെ, ദൈവവചനം വായിക്കുന്ന കാര്യത്തിലാവട്ടെ, ഈ വലിയ നോയമ്പിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ ഉപവാസം എടുക്കുന്ന കാര്യത്തിലാവട്ടെ, മത്സ്യമാംസാഹാരം വർജിക്കുന്ന കാര്യത്തിലാവട്ടെ, ഇതൊക്കെ ആത്മാർത്ഥതയോടെയാണോ നമ്മൾ ചെയ്യുന്നത്? അത് ദൈവത്തോടുള്ളൊരു വിശ്വസ്തയുടെ ഭാഗം കൂടെയാണ്. എൻ്റെ ഭാര്യയോട് മക്കളോ എല്ലാവരോടുള്ള ആത്മാർത്ഥതയോടെയാണോ എന്നുള്ളതാണ്. അടുത്തതാണ് വാക്ക് പാലിക്കാതിരിക്കുക. അല്ലെ, പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നത് വിശ്വസ്തതയില്ലായ്മയുടെ അടയാളമാണ്. അപ്പം അതിനകത്ത് ഏറ്റവും നമുക്കറിയാം, നമ്മൾ ഒരാളോട് ഏറ്റവും സമ്പത്തിനോടുള്ള വിശ്വസ്തത ഉണ്ടെങ്കിൽ മറ്റെല്ലാത്തിനോടും വിശ്വസ്തത ഉണ്ട് എന്ന് പറയും. നമ്മൾ ഒരാളോട് 5 രൂപ മേടിച്ചാൽ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു കൊടുക്കുമോ? അപ്പം ആ വിശ്വസ്തതയില്ലായ്മ നമ്മളെ എന്താ പറയുന്നത്, ദൈവത്തോടുള്ള വിശ്വസ്തത. ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം, ഒരാളെന്നോട് പ്രാർത്ഥനക്കാരൊക്കെയാ, ഭയങ്കര സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്, മേടിച്ചിട്ട് പിന്നെ തിരിച്ചു തന്നില്ല. അപ്പം എന്താണ് വിശ്വസ്തത? അപ്പം ആ കാര്യത്തോട് ഒരു 10 രൂപയാകാം, 5 രൂപയാകാം, 1 രൂപയാകാം, 10 പൈസയാവട്ടെ, അത് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അതിനോട് വിശ്വസ്തതയില്ലാത്തവൻ എങ്ങനെയാണ് ദൈവത്തോട് വിശ്വസ്തത ഉണ്ടാവുക? തന്നോട് തന്നെ. അതുകൊണ്ടാണ് വാക്ക് പാലിക്കാതെ. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യത്തിലും ഒരു കാര്യം പറഞ്ഞ ഒരു സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ ഒക്കെ അങ്ങനെ ധാരാളം മേഖലകളിൽ ആ വാക്ക് പാലിക്കാതെയുള്ള നമ്മുടെ ജീവിതത്തെ ഉണ്ട്. സങ്കീർത്തനം 89:2 വായിച്ചോ. ഷിജു 2 മിനിറ്റ് കൂടെ അങ്ങയുടെ കൃപ നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അവിടുത്തെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അതുപോലെ വിശ്വസ്തതയുടെ ഒരു വ്യക്തിയായി നാം വളരേണ്ടതുണ്ട് എന്ന്, അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. വിശ്വസ്തത ജീവിതത്തിൽ മുഴുവൻ എന്നോടും മറ്റുള്ളവരോടും ദൈവത്തോടുമുള്ള വിശ്വസ്തതയിൽ അതെന്ന് പറഞ്ഞാൽ പുറമേയും ഉള്ളും ഒരുപോലെ ആവുക, മുഖം ഒരുപോലെ ആവുക എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. 8ാമത്തെ കാര്യമാണ് സൗമ്യത. പ്രാഊത്തേസ് എന്ന ഗ്രീക്ക് പദമാണ്. ഈ വിശ്വസ്തത നമ്മളിൽ ആഴത്തിൽ വേരുപാകുമ്പോഴാണ് നമ്മൾ സൗമ്യനായി മാറുക, ശാന്തശീലനായി മാറുക എന്നുള്ളതാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ്. ഭൂമി അവകാശമാക്കുമെന്നൊക്കെ മത്തായിയുടെ സുവിശേഷത്തെ നമ്മൾ വായിച്ച് പോകുന്നുണ്ട്. ഈശോ കഴുതപ്പുറത്ത് ശാന്തതയുടെ സൗമ്യതയുടെ അടയാളമാണ്. 2 തിമോത്തിയോസ് 2:23-25 ആരെങ്കിലും ഒന്ന് എടുത്തു വെച്ചോ. സൗമ്യതയെക്കുറിച്ച് പ്രാഊത്തൂസ് എന്ന ഗ്രീക്ക് പദമാണ്. അപ്പം നമ്മുടെ നോട്ടത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഇടപെടലിലും
നമുക്ക് ചിലരെ കുറിച്ച് നമ്മൾ പറയാറില്ല, എന്തൊരു സൗമ്യതയോടെയാണ് ആ വ്യക്തി പെരുമാറുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത്. ആ വ്യക്തിയോട് ഇടപെടുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. ആ ഒരു സൗമ്യത നമ്മുടെ വ്യക്തിത്വത്തിന് മുഴുവൻ ഭാവമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് തടസ്സമായി നിൽക്കുന്നത് ക്രൂരത, വെപ്രാളം, എപ്പോഴും വെപ്രാളപ്പെടുന്ന, എല്ലാത്തിലും തിടുക്കം കൂട്ടുന്ന, എല്ലാത്തിലും ബഹളം വെക്കുന്ന ഒരു വ്യക്തിത്വത്തിന് സൗമ്യത വളർത്തിയെടുക്കാനായിട്ടാവില്ല എന്നുള്ളതാണ്. 2 തിമോത്തിയോസ് 2:23-25 വായിച്ചോ. 25 ഞാൻ 1 മിനിറ്റ് കൊണ്ട് തീർത്തോളാം. അങ്ങോട്ടോ മണിച്ചേട്ടാ. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ നമ്മൾ കലക്കങ്ങൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുമ്പോൾ, കോലാഹലങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നമ്മളോട് പറയുന്നതെല്ലാം മറുപടി പറയാൻ നിൽക്കുമ്പോൾ, നമ്മുടെ വാക്കുകൊണ്ടും കസർത്ത് കൊണ്ടും ഒക്കെ വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ സൗമ്യതയില്ല എന്നുള്ളതാണ്. ചിലടത്ത് നമ്മളൊന്നും മിണ്ടേണ്ടി വരില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും എല്ലാറ്റിനും നമ്മുടെ ചുട്ട മറുപടി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ആ സൗമ്യത നമ്മളിൽ ഉണ്ടെങ്കിലേ നമ്മൾ ഈ വെപ്രാളവും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഇല്ലാത്ത ശാന്തശീലനായിരിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അത് സൗമ്യത ഉള്ളത് ദൈവത്തോടുള്ള ഒരു വിശ്വസ്തതയുടെ ഭാഗമായി നമ്മളിൽ ദൈവത്തിൻ്റെ പക്കൽ സൗമ്യനായിട്ടിരിക്കും. വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും ശാന്തശീലതയോടെ നിൽക്കാൻ കഴിയുന്ന, അല്ലെ, സീനായി മലമുകളിൽ കയറി തിരിച്ചു വന്നപ്പോൾ മോശയുടെ തുറന്ന് ഇങ്ങോട്ട് ഈജിപ്തിലേക്ക് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലൊക്കെ മോശ ശാന്തശീലനായി നിന്ന ചിത്രങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ്. 9ാമത്തേതാണ് ആത്മസംയമനം, സെൽഫ് കൺട്രോൾ. എൻക്രോത്തിയ, സോഫ്രോസ്യൂനെ എന്ന 2 വാക്കുകൾ ചേർന്നതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എൻക്രോത്തിയ, സെൽഫ്. അപ്പം ഈ സൗമ്യതയും വിശ്വസ്തതയും ഉണ്ടാകുമ്പോഴാണ് ആത്മസംയമനം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന, എൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും നോട്ടത്തിലുമെല്ലാം തിന്മ പ്രവർത്തിക്കാതിരിക്കാൻ ആത്മസമയം. പൊത്തിഫറിന്റെ ഭാര്യ, OT ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ചാണ്, പൊത്തിഫറിന്റെ ഭാര്യയെ കുറിച്ചാണ്. ജീവിതത്തിന്റെ എല്ലാ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും എല്ലാറ്റിൻ്റെയും മേൽ ആത്മസംയമനം പാലിക്കുന്ന ഒരു വ്യക്തിത്വം. വിശ്വസ്തനാകുമ്പോഴാണ് നമുക്ക് എന്ത് നേടാനായിട്ട് പറ്റുന്നത്? സൗമ്യതയിൽ ആഴപ്പെടാൻ കഴിയുക. സൗമ്യതയും വിശ്വസ്തതയും ഉണ്ടാകുമ്പോഴാണ് ആത്മസംയമനം പാലിക്കാൻ. ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത്. ഇത് 3ഉം ദൈവത്തോടുള്ള വിശ്വസ്തതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ 27 നമ്മൾ 30 നമ്മൾ തുടങ്ങണം. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, അവസാനത്തെ ആത്മസംയമനം ഞാൻ ഓടിച്ചു പോയി, എങ്കിലും നമുക്ക് അടുത്ത ആഴ്ച അത് ചേർത്ത് വെച്ച് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 9 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ഒരാഴ്ച നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഫലങ്ങൾ ആദ്യത്തെ 3 ഫലങ്ങളിൽ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതും, രണ്ടാമത്തെ 3 പുറത്തേക്ക് ഒഴുകുന്നതും, മറ്റുള്ള മനുഷ്യരോടും ജീവജാലങ്ങളോടും ചരാചരങ്ങളോടും പ്രകൃതിയിലേക്കുമൊക്കെ ഒഴുകുന്നതും, അവസാനത്തെ 3 ദൈവത്തോടും എന്നോടുമുള്ള ഒരു വിശ്വസ്തതയിൽ, സൗമ്യതയിൽ, ആത്മസംയമനത്തിൽ ജീവിക്കുന്നതാണ്. ഈ ഫലമില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല.